കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ഗവർണറെ ക്ഷണിക്കാതിരുന്നതിൽ ഖേദം പ്രകടിപ്പിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ക്ഷണിക്കാത്തതിൽ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഗവർണർക്ക് അയച്ച കത്തിൽ സ്പീക്കർ അറിയിച്ചു. ക്ഷണിക്കാത്തതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ടായതായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. ഒരു വർഷം നീളുന്ന ആഘോഷമാണ് കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതിൽ വജ്ര ജൂബിലി ആഘോഷത്തിൽ മുഖ്യമന്ത്രിയെ തന്നെയാണ് സംഘാടകനായി നിയമിച്ചിരുന്നത്. മറ്റൊരു പരിപാടിയിലാണ് ഗവർണറെ ക്ഷണിക്കാനിരുന്നത്. എന്നാൽ ഗവർണർ സ്ഥലത്തുണ്ടോ എന്ന് തിരക്കിയതാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയതെന്നും സ്പീക്കർ കത്തിൽ വിശദീകരിച്ചു. എസ്ഐക്കെതിരെ ആക്രമണം. ആലപ്പുഴ കുത്തിയതോട് എസ്ഐക്കെതിരെ RSS ആക്രമണം. RSS കാര്യവാഹക അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. പരിക്കേറ്റ എസ്ഐയെയും 2 പോലീസുകാരെയും തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാജൻ, എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്? എന്താണ് ആക്രമണത്തിന് കാരണം? മറ്റു വിശദാംശങ്ങൾ. ധന്യ, ഇന്ന് ഉച്ചയോടെയാണ് തുറവൂരിന് സമീപം സംഭവം ഉണ്ടായത്. കുത്തിയതോട് സ്റ്റേഷനിലെ SIയും 2 പോലീസുകാർക്കുമാണ് പരിക്കേറ്റത്. ഒരു പ്രതിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. നിരവധി ക്രിമിനൽ കൊട്ടേഷൻ സംഘാംഗമായ ഒരു പ്രതിയെ പിടികൂടുന്നതിനാണ് SIയും സംഘവും തുറവൂരിലെത്തിയത്. എന്നാൽ ഇത് തടയാൻ അഡ്വക്കേറ്റ് രാജേഷ്, അതായത് RSSന്റെ കാര്യവാഹകമായിട്ടുള്ള അഡ്വക്കേറ്റ് രാജേഷിന്റെ നേതൃത്വത്തിലുള്ള RSS പ്രവർത്തകർ ശ്രമിച്ചു. ഇതിനുശേഷം പോലീസുകാർ വന്ന ജീപ്പ് ആക്രമിക്കാൻ ശ്രമം നടന്നു. ഇത് തടയുന്നതിനിടയിലാണ് SIക്കും 2 പോലീസുകാർക്കും മർദ്ദനമേറ്റത്. SIയുടെ ഒരു കൈ ഒടിഞ്ഞതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇവരിപ്പോൾ 2 പോലീസുകാരും SIയും ഗവൺമെന്റ് ആശുപത്രിയിലാണ്. തുറവൂർ കുത്തിയതോട് സ്റ്റേഷനിലെ SIയും 2 പോലീസുകാരും കൂടി നിശ്ചയോടുകൂടിയാണ് പ്രതിയെ പിടികൂടുന്നതിനായി തുറവൂരേക്ക് പോയത്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ വായു മലിനീകരണ തോത് അനിയന്ത്രിതമായതോടെ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള നടപടി സർക്കാർ ആരംഭിച്ചു. രാജ്യതലസ്ഥാനത്ത് ഡീസൽ ജനറേറ്ററുകൾ പൂർണ്ണമായും നിരോധിച്ചു. ആളുകൾ വീടിന് പുറത്തിറങ്ങരുതെന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്മേൽ സ്കൂളുകൾ 3 ദിവസത്തേക്ക് കൂടി അടച്ചിടാൻ സർക്കാർ ഉത്തരവിട്ടു. സാഹചര്യം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ നാളെ ഉന്നതതല യോഗം വിളിച്ചു. ഇക്കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ ഏറ്റവും കൂടിയ വായു മലിനീകരണമാണ് രാജ്യതലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. ദീപാവലി പിറ്റേന്ന് മുതൽ ശക്തമായ മലിനീകരണം ഇപ്പോൾ അനിയന്ത്രിതമായി. ദില്ലിയുടെ അന്തരീക്ഷത്തിൽ 1800 ക്യൂബിക് മൈക്രോഗ്രാം മാലിന്യങ്ങളാണ് തങ്ങി നിൽക്കുന്നത്. സാധാരണ തോതിനേക്കാൾ 16 മടങ്ങ് മാലിന്യം വർദ്ധിച്ചു. അയൽ സംസ്ഥാനങ്ങളായ ഹരിയാനയിലെയും പഞ്ചാബിലെയും കൃഷിയിടങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം കത്തിക്കുകയാണ്. ഇതുമൂലം ഡൽഹിയിൽ പുകയും നിറഞ്ഞു. വായുവിന്റെ ഗുണമേന്മ 2.5-ലും താഴെയാണ്. കാറ്റും തീരെ കുറവായതിനാലാണ് ഇത്രയധികം മലിനീകരണ തോത് വർദ്ധിച്ചിരിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ദില്ലിയിൽ ഡീസൽ ജനറേറ്ററുകൾ പൂർണ്ണമായി നിരോധിക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചു. പുറത്തിറങ്ങുന്ന ആളുകളുടെ കണ്ണുകൾ എരിയുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ പ്രായമായവരും കുട്ടികളും ഹൃദയ സംബന്ധ രോഗമുള്ളവരും വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ദില്ലി ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ 3 ദിവസത്തേക്ക് കൂടി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുകമഞ്ഞ് നിറഞ്ഞ രാജ്യതലസ്ഥാനം ഗ്യാസ് ചേംബറിന് സമാനമായതോടുകൂടിയാണ് നടപടികൾ ശക്തമാക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നാളത്തെ കേന്ദ്ര സർക്കാരിന്റെ ഉന്നതതല യോഗത്തിലും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം. വിഷപ്പുക ശ്വസിക്കുന്ന ദില്ലി നിവാസികളുടെ കൂടെ ക്യാമറമാൻ ശൈലേഷ് കല്ലായ്ക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. വടക്കാഞ്ചേരി പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥ G. പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിൽ മൊഴിയെടുക്കുന്നത്. അതിനിടെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകുമെന്ന് അനിൽ അക്കര MLA വ്യക്തമാക്കി. 2016 ആഗസ്റ്റ് മാസം നൽകിയ ആദ്യ പരാതിയിൽ മൊഴിയെടുപ്പിനിടെ ബുദ്ധിമുട്ടുകളുണ്ടായെന്നും പേരാമംഗലം CI മോശമായി പെരുമാറിയെന്നും വീട്ടമ്മ ആരോപിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത അന്വേഷണ ചുമതലയുള്ള വനിതാ ഉദ്യോഗസ്ഥ G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെത്തി പരാതിക്കാരിയുടെ മൊഴിയെടുത്തത്. 3 വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് മൊഴിയെടുപ്പിനായി എത്തിയത്. വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങളിൽ വീട്ടമ്മ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് കേസിൽ നിർണായകമാവുക. മൊഴിയെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര MLA രംഗത്തെത്തി. IPS റാങ്കുള്ള 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം CPMന്റെ ഫ്രാക്ഷൻ അനുസരിച്ച് തുള്ളുന്നവരാണ്. ഇവരെ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായും DGPക്ക് കേസിൽ ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ ഈ 2 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഒഴിച്ചുള്ള ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും മാറ്റണം. നാളെ നേരിൽ കണ്ട് DGPക്ക് പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി K. രാധാകൃഷ്ണൻ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അതിലൊക്കെ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ വഴിക്ക് പോകും. അത് സ്വാഭാവികമായിട്ടും എന്താണോ സംഭവിക്കേണ്ടത് സംഭവിക്കും.
നിയമസഭയുടെ അധ്യക്ഷൻ ഇത്തരം കാര്യങ്ങളിലൊന്നും കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. വീട്ടമ്മയുടെ മൊഴിയെ ആധാരമാക്കിയാവും ആരോപണ വിധേയനായ നഗരസഭാ കൌൺസിലർ ജയന്തൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സോളാറിന്റെ പേരിൽ പണം തട്ടിയെടുത്തെന്ന എം.കെ. കുരുവിളയുടെ പരാതിയിൽ 3 പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. ബിനു, ആൻഡ്രൂസ്, ദൽജിത്ത് എന്നിവരെയാണ് എറണാകുളം ക്രൈംബ്രാഞ്ച് നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കുരുവിളയിൽ നിന്നും പണം തട്ടിയതായി പ്രതികൾ സമ്മതിച്ചതായാണ് സൂചന. UDF സർക്കാരിന്റെ കാലത്ത് സമ്മർദ്ദത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയായിരുന്നു കുരുവിള പരാതി നൽകിയത്. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത സോളാർ സാങ്കേതികവിദ്യ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികൾ 1.5 കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്നായിരുന്നു കുരുവിളയുടെ പരാതി. പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയും സബ്സിഡിയും ശരിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പു നൽകിയിരുന്നതായി കുരുവിള മൊഴി നൽകിയിരുന്നു. 2011 ഒക്ടോബർ 13 ഉമ്മൻചാണ്ടിയുമായി ക്ലിഫ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഈ ഉറപ്പ് ലഭിച്ചത്. 4000 കോടി രൂപയുടെ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി 25% കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നതായും കുരുവിള മൊഴി നൽകിയിരുന്നു. സമ്മർദ്ദത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കിയാണ് കുരുവിള പരാതി നൽകിയത്. UDF സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് 3 വർഷത്തോളം മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. പുതിയ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുകയും പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശി ബിനു, കോട്ടയം പുതുപ്പള്ളി സ്വദേശി ആൻഡ്രൂസ്, തൃശൂർ കൊടകര സ്വദേശി ഡൽജിത്ത് എന്നിവരെയാണ് നുണപരിശോധന നടത്തിയത്. കുരുവിളയിൽ നിന്ന് പണം തട്ടിയെടുത്തതായി നുണപരിശോധനയിൽ പ്രതികൾ സമ്മതിച്ചതായാണ് സൂചന. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ എം.കെ. കുരുവിളയ്ക്കെതിരെ 6 കള്ളക്കേസുകൾ UDF സർക്കാർ രജിസ്റ്റർ ചെയ്തിരുന്നു. 40 ദിവസത്തോളം കുരുവിളയെ ജയിലിലടക്കുകയും ചെയ്തു. സോളാർ കമ്മീഷനിലും ക്രൈംബ്രാഞ്ചിലും ബംഗളൂരു കോടതിയിലും ഉമ്മൻചാണ്ടിക്കെതിരെ വിശദമായ മൊഴിയാണ് എം.കെ. കുരുവിള നൽകിയിരുന്നത്. നുണപരിശോധനയിൽ പണം തട്ടിയെടുത്തതായി വ്യക്തമായതോടെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് വൈകാതെ കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ ഡേ കെയറിൽ പിഞ്ചുകുഞ്ഞിനെ 62കാരൻ പീഡിപ്പിച്ചു. സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാക്കനാട് സാം കിഡ്സ് എന്ന ഡേ കെയറിലാണ് 2 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടത്. ഡേ കെയറിൽ കുട്ടികൾ ഒളിച്ചു കളിക്കുന്നതിനിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രശേഖരൻ മോശമായി പെരുമാറുകയായിരുന്നു. കളിക്കുന്നതിനിടെ കുട്ടി ഒറ്റപ്പെട്ടു പോയ സമയത്താണ് 62കാരനായ സെക്യൂരിറ്റി ജീവനക്കാരൻ പീഡിപ്പിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ഇക്കാര്യം കുട്ടി അധ്യാപകരോട് വിവരിച്ചെങ്കിലും കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനോ അധ്യാപകരും ഡേ കെയർ മാനേജ്മെന്റും തയ്യാറായില്ല. ചന്ദ്രശേഖരനെ താൽക്കാലികമായി പുറത്താക്കി സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉപദ്രവിച്ചതായി കുട്ടി രക്ഷിതാക്കളോട് വിശദീകരിച്ചു. തുടർന്ന് ഡോക്ടറുടെ പരിശോധനയിൽ കുട്ടി ഉപദ്രവിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതോടെ രക്ഷിതാക്കൾ തൃക്കാക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ ചന്ദ്രശേഖരൻ കാക്കനാട് പോലീസിന്റെ പിടിയിലായത്. സെക്യൂരിറ്റി ജീവനക്കാരനെ കുട്ടി തിരിച്ചറിഞ്ഞതോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറം കളക്ടറേറ്റിലെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടം അവഗണിച്ചത് വീഴ്ചയായെന്ന് വിലയിരുത്തൽ. കളക്ടറേറ്റ് കവാടത്തിൽ ചെക്ക് പോസ്റ്റും ഹൈമാസ്റ്റ് ലൈറ്റും സ്ഥാപിക്കണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 5 മാസം മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. കൊല്ലം സ്ഫോടനത്തെ തുടർന്നാണ് മലപ്പുറത്തെയും കലക്ടറേറ്റിലെ സുരക്ഷ സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചത്. കലക്ടറേറ്റും കോടതിയും ഉൾപ്പെടുന്ന 35 ഏക്കർ സ്ഥലത്തേക്കുള്ള 4 വഴികളിലും ഗേറ്റില്ല. പ്രധാന കവാടത്തിലെ ഗേറ്റ് രാത്രിയിലും തുറന്നിടും. ഇങ്ങനെ സുരക്ഷാ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും റിപ്പോർട്ട് നൽകിയിരുന്നു. കലക്ടറേറ്റ് വളപ്പിൽ ഹൈമാസ് ലൈറ്റ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, പ്രവേശന കവാടങ്ങളിൽ വാഹന പരിശോധന, പ്രധാന ഭാഗങ്ങളിൽ CCTV തുടങ്ങിയ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി D. അശോക് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് അവഗണിച്ചത് ഇന്റലിജൻസ് ADGP R. ശ്രീലേഖ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിമർശിച്ചിരുന്നു. അതേസമയം ലഭ്യമായ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. മലപ്പുറം നഗരത്തിൽ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലുമുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിന്റെ പ്രവർത്തനവും യോഗം വിലയിരുത്തും. ഗുണ്ടാക്രമണ കേസിൽ ഉൾപ്പെട്ട സക്കീർ ഹുസൈൻ, വടക്കാഞ്ചേരി പീഡനക്കേസിലെ ആരോപണ വിധേയനായ ജയന്തൻ എന്നിവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഇരുവർക്കെതിരെയും നേരത്തെ പാർട്ടി നടപടിയെടുത്തിരുന്നു. AKG സെന്ററിലാണ് സെക്രട്ടേറിയറ്റ് യോഗം.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 2 നാൾ മാത്രം. ഹിലരി ക്ലിന്റന് നേരിയ മുൻതൂക്കമെന്നാണ് സർവേ പ്രവചന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 നാൾക്കകം അമേരിക്ക ഇനി ആരു ഭരിക്കുമെന്നറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇത്തവണ. പ്രചാരണത്തിന്റെ അവസാന ഘട്ടം വരെ ട്രംപ് പിന്നിലായിരുന്നെങ്കിലും ഹിലരിക്കെതിരെ ഇമെയിൽ വിവാദത്തിൽ FBI പുനരന്വേഷണം പ്രഖ്യാപിച്ചതോടെ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. ഇരു സ്ഥാനാർത്ഥികൾക്കും വിജയം എളുപ്പമല്ലെന്ന ഒബാമയുടെ വാക്കുകൾ തന്നെ ഇതിന് തെളിവാണ്. ഹിലരി ക്ലിന്റന് നേരിയ മുൻതൂക്കമുണ്ടെന്നാണ് ഇതുവരെ പുറത്തുവന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാൻ അവസാനവട്ട ശ്രമങ്ങളുമായി ഹിലരിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും പ്രചാരകർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 3.7 കോടി വോട്ടർമാർ മുൻകൂർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ചൊവ്വാഴ്ച 20 കോടി വോട്ടർമാർ ട്രംപിന്റെയും ഹിലരിയുടെയും വിധി നിർണ്ണയിക്കും. ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ഹിലരി ട്രംപിനേക്കാൾ 2 പോയിന്റ് മുന്നിലാണ്. എന്നാൽ ഇലക്ട്രൽ കോളേജിൽ ഹിലരിയുടെ വോട്ട് 270 താഴെയായിരിക്കുമെന്ന് CNN പ്രവചിക്കുന്നു. 538 അംഗ ഇലക്ട്രൽ കോളേജിൽ 270 വോട്ട് നേടിയവർക്ക് പ്രസിഡന്റ് ആവാം. ജനഹിതം എതിരായാൽ പോലും ഇലക്ട്രൽ കോളേജിന്റെ തെരഞ്ഞെടുപ്പാണ് അന്തിമവിധി. ട്രംപിന് 204 വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അൽ-ഖ്വയ്ദ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായ സന്ദേശത്തെ തുടർന്ന് പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ന്യൂയോർക്ക്, ടെക്സസ്, വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഭീകരരുടെ ഉന്നമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്. വാർത്തകളിലേക്ക്. കൈരളി TV കോട്ടയം ബ്യൂറോ ചീഫ് TP പ്രശാന്തിന്റെ പിതാവ് TG പ്രേംദാസ് നിര്യാതനായി. അമ്പലമേട്ടിലെ കൊച്ചി റിഫൈനറി ജനറൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്നു. ഭാര്യ പരേതയായ ഉഷ, പ്രശാന്ത്, പ്രദീപ്, പ്രമോദ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 ഇരുമ്പനം പൊതുശ്മശാനത്തിൽ നടന്നു. സീസൺ ആരംഭിച്ചതോടെ കായൽ ടൂറിസത്തിനായി വിനോദസഞ്ചാരികൾ എത്തി തുടങ്ങി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിദേശീയർ അടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇത്തവണ കുട്ടനാട്ടിൽ എത്തുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിലയിരുത്തൽ. വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ആകർഷകമായ വിഭവങ്ങൾ ഒരുക്കി ഹോട്ടലുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുമസ്, പുതുവത്സര ആഘോഷങ്ങൾക്കായി ആലപ്പുഴ കായൽ ടൂറിസവും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ക്രിസ്തുമസ് കേക്കുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 800ഉം 1000ഉം കിലോ തൂക്കമുള്ള കേക്കുകളാണ് വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത്. കായൽ ടൂറിസത്തിന്റെ അനുഭൂതി നുകരാൻ ഓരോ വർഷവും കുട്ടനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം പെരുകി വരികയാണ്. ഹൗസ് ബോട്ട് യാത്രയും കുട്ടനാടൻ ഭക്ഷണവുമാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. എന്നാൽ കുട്ടനാട്ടിൽ ഇപ്പോൾ കാണപ്പെട്ട പക്ഷിപ്പനി നേരിയ തോതിലെങ്കിലും ടൂറിസത്തെ ബാധിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴെല്ലാം പൂർവ്വസ്ഥിതിയിലായെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പം സീസൺ തുടങ്ങിയിരിക്കുകയാണ് ടൂറിസത്തിൻ്റെ. വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. വളരെ നല്ല ഒരു ഫ്ലോ കാണുന്നു. ഡിസംബർ ആദ്യവാരം മുതൽ ഫെബ്രുവരി അവസാനം വരെ വളരെയധികം തിരക്കാണ് ആലപ്പുഴ ടൂറിസം മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. 1000-ലധികം ഹൗസ് ബോട്ടുകളും ചെറുതോണികളുമടക്കം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വിനോദസഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ കായൽ ടൂറിസം. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ടി സിദ്ദിഖിനെതിരെ കോഴിക്കോട് പോസ്റ്ററുകൾ. വസ്തുതർക്കത്തിൽ പരിഹാരമുണ്ടാക്കുന്നത് മധ്യസ്ഥരുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്താണോ എന്നും മധ്യസ്ഥന്മാരിൽ ഒരാളുടെ പെങ്ങളുടെ മകന്റെ പേരിൽ ഭൂമി മാറ്റി രജിസ്റ്റർ ചെയ്തതും തർക്കപരിഹാരത്തിന്റെ ഭാഗമായാണോ എന്നും പോസ്റ്ററിൽ. KPCCക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതാണോ KPCCയുടെ നയമെന്നും ഭൂമി തട്ടിയ ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. ക്ലീൻ കോൺഗ്രസ്, സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. ഭൂമി മധ്യസ്ഥത്തിന്റെ പേരിൽ സിദ്ദിഖും സംഘവും കോടികൾ തട്ടിയ വാർത്ത പീപ്പിളായിരുന്നു പുറത്തുവിട്ടത്. വയനാട്ടിൽ നെൽപ്പാടങ്ങളിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിച്ച് തെനപ്പുല്ലുകൾ പടർന്നു പിടിക്കുന്നു. പേൾ മില്ലറ്റ് ഇനത്തിൽപ്പെട്ട ഈ സസ്യം പാടങ്ങളിൽ വിളകൾക്ക് ഭീഷണിയായി വ്യാപകമാവുകയാണ്. വരണ്ട പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ കാണുന്ന തെനപ്പുല്ലുകൾ പടർന്നു പിടിച്ച ഒരു പാടമാണിത്. നെന്മേനി പഞ്ചായത്തിലെ ചെറുമാട് പാടശേഖരം. അടുത്ത മാസം വിളവെടുക്കേണ്ട പാടത്ത് നിറഞ്ഞു വളർന്നിരിക്കുകയാണ് ഈ സസ്യം. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ നെൽവിത്തുകളാണ് ഇവിടെ വിതച്ചത്. മുളച്ചത് നെല്ലിനേക്കാൾ ഇക്കാണുന്നതാണ്. മുഴുവൻ പുല്ല് വന്നിട്ട് മൂടിയിരിക്കുന്ന ഒരവസ്ഥയിലുള്ളത്. ഇതിന്റെ മേൽഭാഗത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ പുല്ല് പശുവിന് ആവശ്യമായിട്ടുള്ള പുല്ല് അരിഞ്ഞുകൊണ്ട് പോയിക്കാണ് ആൾക്കാർ മുഴുവൻ അങ്ങനെ അരിയാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഇതിന് അവശേഷിക്കുന്ന ഇതിന്റെ അടിഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെല്ല് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇപ്പൊ നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് പറയാനാവുള്ളൂ. അത്രയ്ക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇന്ന് ഈ കൃഷി ഉള്ളത്. വിവിധ ഫാമുകളിൽ നിന്നും വാങ്ങിയ നെൽവിത്തുകൾക്കൊപ്പവും ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇവ വ്യാപകമായിട്ടുണ്ട്. വിളവിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. വിളവെടുക്കും മുൻപ് ഇവ കൊയ്തെടുക്കേണ്ട ബുദ്ധിമുട്ടിലാണ് കർഷകർ.
ബന്ധപ്പെട്ട കൃഷി ഓഫീസുകളെ ഇക്കാര്യം അറിയിച്ചെങ്കിലും തൃപ്തികരമായ മറുപടികളല്ല ലഭിക്കുന്നത്. അടുത്തിടെ ഉഷ്ണമേഖലാ സസ്യങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ വയനാട്ടിൽ കർഷകർക്ക് ആശങ്ക സൃഷ്ടിക്കുകയാണ് ഈ സസ്യവും. ന്യൂസ് ബ്യൂറോ, വയനാട്. ഉത്തരേന്ത്യയിൽ അയോധ്യയിലൂടെ നേടിയത് ദക്ഷിണേന്ത്യയിൽ ഹൈദരാബാദിലെ ചാർമിനാറിലൂടെ നേടാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംഘപരിവാർ. പ്ലേഗ് അമർച്ച ചെയ്തതിന്റെ സ്മരണയ്ക്കായി 1591 സുൽത്താൻ മുഹമ്മദ് കിൽ കുത്തബ് ഷാ നിർമ്മിച്ച ചാർമിനാർ പള്ളി തകർത്ത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനാണ് സംഘപരിവാറിന്റെ നീക്കം. 1992 ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഉത്തരേന്ത്യയും പടിഞ്ഞാറ് ഇന്ത്യയുമെല്ലാം കീഴടക്കിയ BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നമാണ് ഹൈദരാബാദിന്റെ ഹൃദയമായ ഈ ചാർമിനാർ പള്ളി. ഇത് 1957 ദി ഹിന്ദുവിന്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയ ഫോട്ടോ. ഇതിലെവിടെയും ക്ഷേത്രമോ വിഗ്രഹാരാധനയോ ഇല്ല. എന്നാൽ അയോധ്യ പ്രക്ഷോഭകാലത്ത് സംഘപരിവാർ ചാർമിനാറിന്റെ ഭിത്തികളിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. പിന്നീട് ഇത് വിഗ്രഹമായി. സമീപകാലത്ത് താൽക്കാലിക ക്ഷേത്രവും പൂജയും ആഘോഷങ്ങളും ആരംഭിച്ചു. മോദി സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ചാർമിനാർ തകർത്ത് ക്ഷേത്രം നിർമ്മിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. 560 साल चारमीनार से पहले की मूर्ति साक्षात प्रकट मूर्ति स्वयं भूमि है. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടെങ്കിലും എന്തെങ്കിലും പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. അയോധ്യയിലൂടെ BJP ഉത്തരേന്ത്യയിൽ ലക്ഷ്യം നിറവേറ്റി. ഇതേ ലക്ഷ്യം ഈ ഭാഗ്യലക്ഷ്മി മന്ദിരത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ സാധിക്കുന്നതാണ് RSSന്റെ കണക്കുണ്ട്. എന്തായാലും പുതിയ സംഭവവികാസങ്ങൾ ചാർമിനാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. തർക്കമെന്തായാലും ചാർമിനാറിന്റെ ഒരു വശത്ത് ഹിന്ദു ഭിക്ഷക്കാരും മറുവശത്ത് മുസ്ലിം ഭിക്ഷക്കാരും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മതരാഷ്ട്രീയത്തിന്റെ ഭീതിപ്പെടുത്തുന്ന നവീന തന്ത്രങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലമർന്ന യഥാർത്ഥ ചിത്രവും ഇന്ന് ചാർമിനാറിൽ കാണാം. പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഈ മാസം 8 മൂവാറ്റുപുഴയിൽ തുടക്കമാവും. 9 നടക്കുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. 11 വൈകിട്ട് 1,00,000 പേർ അണിനിരക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KSKTU 21ാം സംസ്ഥാന സമ്മേളനത്തിനാണ് മൂവാറ്റുപുഴ വേദിയാവുന്നത്. 23 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 571 പ്രതിനിധികളാണ് 4 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുക. പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ 8 വൈകുന്നേരം 5 മണിക്ക് സമ്മേളന നഗരിയിൽ എത്തിച്ചേരുന്നതോടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാവും. 9 രാവിലെ 10 മണിക്ക് ചേരുന്ന പ്രതിനിധി സമ്മേളനം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കർഷക തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി, PF, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകി യുവതലമുറയെ ആകർഷിക്കാൻ കഴിയുന്ന നയം സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം സമ്മേളനം മുന്നോട്ട് വയ്ക്കുമെന്ന് KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർക്ക് ഗ്രാറ്റുവിറ്റി, ഫോടം ഫണ്ട്, പെൻഷൻ ആനുകൂല്യങ്ങൾ, പ്രസവകാല ആനുകൂല്യം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു സ്ഥിരത കൈവരിക്കാനാവും. 11 സമ്മേളനം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. അന്ന് വൈകിട്ട് 1,00,000 പേർ അണിനിരക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വാർത്തകളിലേക്ക്. വയനാട്ടിൽ വീണ്ടും കാട്ടാന വെടിയേറ്റു ചരിഞ്ഞ നിലയിൽ. കേളിച്ചിറ അതിരാട്ട് കുന്നിലാണ് സംഭവം ഉണ്ടായത്. സൗത്ത് വയനാട് ഡിവിഷൻ പാതിരി സൗത്ത് വനമേഖലയിലാണ് ആനയുടെ ജഡം കണ്ടത്. വെടിയേറ്റ നിലയിലായിരുന്നു മോഴയുടെ ജഡം കണ്ടത്. ാണ് കേണിച്ചിറയ്ക്കടുത്ത അതിരാറ്റുകുന്നിലെ വയലിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ശിരസിൽ 3 വെടിയേറ്റ പാടുകളുണ്ട്. തലയുടെ വലതുഭാഗത്ത് താഴെയുള്ള മുറിവാണ് ഏറ്റവും ആഴത്തിലുള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 3 മാസത്തിനിടെ 3 ആനകളെയാണ് വെടിയേറ്റു കൊല്ലപ്പെട്ട നിലയിൽ വയനാട്ടിൽ കണ്ടെത്തിയത്. ഇതിൽ 2 പാതിരി സെക്ഷനിലായിരുന്നു. സംഭവം നടന്ന പ്രദേശത്തെ വീടുകളിൽ വനം വകുപ്പും പോലീസ് അധികൃതരും സംയുക്തമായി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ പിടിയാനയെ വെടിവെച്ചു കൊന്ന കേസിലെ മുഖ്യപ്രതിയെ കഴിഞ്ഞ ദിവസമാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, വയനാട്. വിജിലൻസ് ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ P. സദാശിവം വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കവടിയാറിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് അവസാനിച്ചത്. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറും മറ്റുദ്യോഗസ്ഥരും വാക്കത്തോണിന് നേതൃത്വം നൽകി.